ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് ഞങ്ങൾ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ സമൂഹത്തിന് വേണ്ടി ഞങ്ങളുടെ ജീവിതം ഒഴിഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എവിടുന്നാണ് സാമൂഹിക സാംസ്കാരിക സേവന മേഖലയിൽ ഇങ്ങനെയുള്ള അധ്വാനങ്ങൾ അർപ്പിക്കുവാനുള്ള കരുത്തും പ്രചോദനവും പിന്തുണയും ലഭിച്ചത്? നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുകയല്ലേ? നിങ്ങളൊരു സാംസ്കാരിക സംഘമായിട്ട് പ്രവർത്തിക്കുകയല്ലേ? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്ലാം എന്ന് പറയുന്ന മതം നിങ്ങൾക്ക് കേവലമായിക്കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒളിപ്പിച്ചു വെക്കുവാനുള്ള ഒരു മറയായിട്ട് നിങ്ങൾ സ്വീകരിക്കുകയല്ലേ? നിങ്ങൾ ഇസ്ലാമിക സംഘങ്ങളും സംഘടനകളും പ്രസ്ഥാനങ്ങളും ചെയ്യേണ്ടുന്ന കർമ്മങ്ങളുടെ മുൻഗണനാക്രമങ്ങളെ തെറ്റിച്ചുകൊണ്ട് ഇസ്ലാമിനെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കുകയല്ലേ എന്ന് സോളിഡാരിറ്റിയോട് ചോദിക്കുന്നവരുണ്ട്. ഉന്നതമായിട്ട് ഈ കുറഞ്ഞ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയില്ല. നിങ്ങൾ പണിയെടുക്കുന്നത്, നിങ്ങൾ സമരം ചെയ്യുന്നത് അത് കോളക്കമ്പനിക്കെതിരായിരുന്നാലും, അത് ഹാരിസൺസിനെതിരായിരുന്നാലും, അത് മുതലാളിത്ത തൊഴിൽമാർക്കെതിരായിരുന്നാലും, അത് റോഡിൽ ഏറ്റുകൊണ്ടിരിക്കുന്ന വ്യവസായികൾക്കെതിരാണെങ്കിലും, അത് ആദിവാസികൾക്ക് വേണ്ടിയുള്ള സമരമായിരുന്നാലും തീർച്ചയായിട്ടും ഖുർആനിനെയും ഹദീസിനെയും പ്രധാനമായി സ്വീകരിച്ചുകൊണ്ട്, ഈ അടിസ്ഥാന സ്രോതസ്സുകളെ പ്രധാനമായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പ് കടന്നുപോയിട്ടുള്ള പ്രവാചകന്മാരുടെ പാരമ്പര്യത്തെ പൈതൃകവും പാരമ്പര്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് സോളിഡാരിറ്റി മൂവ്മെന്റ് ഈ സമരസേവന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് പഠിക്കണം ചരിത്രം, നിങ്ങളൊന്ന് പഠിക്കണം പ്രവാചകന്മാരുടെ ചരിത്രം, നിങ്ങളൊന്ന് പഠിക്കണം നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മൾ നമ്മുടെ ദർശനമായി സ്വീകരിക്കുന്ന ഇസ്ലാം ദീനിനെ. ഒരുപക്ഷെ ഇസ്ലാം എന്ന് പറയുമ്പോൾ കേവലം സാങ്കേതികമായിട്ട് നമ്മൾ ഇന്നവരെ പഠിച്ചിട്ടുണ്ടാവുക മതം എന്ന് പറയുന്ന ആരാധന അനുഷ്ഠാനങ്ങളിൽ പരിമിതപ്പെടുന്ന ഒരു മതമായിട്ടായിരിക്കും. വിനീതമായിട്ട് മതത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിനെ വായിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ വാക്കുകളെ സ്നേഹിക്കുന്ന സഹോദരന്മാരോടും ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. എവിടുന്നാണ് ആരാധന അനുഷ്ഠാനങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്ന ഒന്നാണ് ഇസ്ലാം എന്ന് പറയുന്ന ദൈവത്തിന്റെ വ്യക്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ഇസ്ലാമിക സമൂഹം കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയം ആരാധനാ വിഷയങ്ങൾ മാത്രമാണെന്ന് നിങ്ങൾക്ക് എവിടുന്ന് ലഭിച്ചു? നമ്മൾ എങ്ങനെയാണ് ഏതാനും സാംസ്കാരിക സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് സമരത്തിനുണ്ടാവേണ്ടത്, അവരാണ് സേവനത്തിനുണ്ടാവേണ്ടത്, അവരാണ് റോഡിനെ കുറിച്ച് വർത്തമാനം പറയേണ്ടത്, അവരാണ് കുടിവെള്ളത്തെ കുറിച്ച് വർത്തമാനം പറയേണ്ടത്, അവരാണ് ആദിവാസിയെ കുറിച്ച് വർത്തമാനം പറയേണ്ടത്, അവനാണ് എരിയുന്ന പൊരിയുന്ന മനുഷ്യന്റെ വിശപ്പിനെ കുറിച്ചും വിശപ്പിനെ കുറിച്ചും അവന്റെ വയറിനെ കുറിച്ചും അവന്റെ വീടിനെ കുറിച്ചും അവന്റെ ആഹാരത്തെ കുറിച്ചും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള ആളുകളാണ് വർത്തമാനം പറയേണ്ടത്. പള്ളിക്ക് പറയാനുള്ളത് പ്രാർത്ഥനയെ കുറിച്ചാണ്, പള്ളിക്ക് പറയാനുള്ളത് ഈ രൂപത്തിലുള്ള ആരാധനാ ചടങ്ങുകളെ കുറിച്ച് മാത്രമാണ് എന്നുള്ള ഒരു മതസങ്കല്പം എവിടുന്നാണ് സഹോദരന്മാരെ നമുക്ക് ലഭിച്ചത്? മതവിശ്വാസികൾ പഠിക്കണം, മതവിശ്വാസികളെ പറയണം. എന്താണ് വേദം വളരെ കൃത്യമായിട്ട് നമുക്കറിയാവുന്ന കൊച്ചു അധ്യായത്തിലൂടെ പഠിപ്പിക്കുന്നു. മതനിഷേധി എന്ന് കണ്ടിട്ടുണ്ട്. ഇതിന് എങ്ങനെ ആരാരർത്ഥം പറഞ്ഞാലും ഇങ്ങനെയല്ലാതെ അർത്ഥം, ഇങ്ങനെയല്ലാതെ വ്യാഖ്യാനം, ഇങ്ങനെയല്ലാതെ രാഷ്ട്രീയം നമുക്ക് ലഭിക്കുമോ? പ്രതിഫലം ആറിനെ കളമാക്കുന്നവരെ നിൽക്കണ്ടില്ലേ? ദൈവത്തിന്റെ വ്യവസ്ഥയെ നിഷേധിക്കുന്നവരെ നിൽക്കണ്ടില്ലേ? പ്രധാനിക്കല്ലത് എതിരെത്തിയും അവൻ അനാദിയെ തള്ളിയെത്തുന്നവനാണ്. ദരിദ്രന്റെ ആഹാരത്തിന് പ്രേരിപ്പിക്കാത്തവനാണ്. മതനിഷേധി നമസ്കരിക്കാത്തവൻ മാത്രമല്ല, മതനിഷേധി നോമനുഷ്ഠിക്കാത്തവൻ മാത്രമല്ല, മതനിഷേധി ഹജ്ജാത്തന്നെ കളവാക്കുന്നവൻ മാത്രമല്ല, അവനൊക്കെ മതനിഷേധിയായി മാറിക്കൊണ്ടിരിക്കുന്നതും ദൈവം പടച്ചവൻ അല്ലാഹു പ്രത്യേകമായി പഠിപ്പിക്കുകയില്ല. പ്രധാനിക്കല്ലത് എതിരെത്തിയും അനാദിയെ തള്ളിയെത്തുന്നവനാണ്. അഥവാ അനാഥ മക്കൾക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ, അനാഥ മക്കളുടെ അവകാശങ്ങൾ കയ്യിലെടുത്ത് സമ്മാനമാടിക്കൊണ്ട് ഒരു വലിയ സമൂഹം തടിച്ചു കൊഴുത്തുകൊണ്ടിരിക്കുമ്പോൾ, ആ തടിച്ചു കൊടുക്കുന്ന സമൂഹത്തിന്റെ കൈക്കൽ പിടിച്ചിട്ട് അനാഥയ്ക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളെ വാങ്ങിക്കൊടുക്കലാണ് യഥാർത്ഥമായ ദീനീയ പ്രവർത്തനമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അഗതികളായിട്ടുള്ള ആളുകൾ ആഹാരത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളെ വാങ്ങിക്കൊടുക്കലാണ് യഥാർത്ഥമായ ദീനീയ പ്രവർത്തനമെന്ന്, അതിനെ നിഷേധിക്കല് ദീനീയ നിഷേധമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയില്ല. ഇനിയും അങ്ങോട്ട് പോയാല് ഖുർആനിലെ ധാരാളം ഇടങ്ങളിൽ എന്താണ് പുണ്യമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയുടെ ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി കഴിയും. ലൈസൽ ബിർറ അൻ തുവല്ലൂ വുജൂഹക്കും ഖിബലൽ
എന്ന് പറഞ്ഞിട്ട് അള്ള പറയുകയാണ്, കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് തിരിയലല്ല പുണ്യം, പുണ്യം വിശ്വസിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുക. എന്നിട്ട് ധനത്തോട് ഇഷ്ടമുണ്ടായിരിക്കുമ്പോൾ തന്നെ ആ ധനം അഗതികളായിട്ടുള്ള ആളുകൾക്ക്, അടുത്ത ബന്ധുക്കളായിട്ടുള്ള ആളുകൾക്ക്, അനാഥികളായിട്ടുള്ള ആളുകൾക്ക് നൽകുക. അതാണ് പുണ്യം. കരാറുകളെ പൂർത്തീകരിക്കുക, അതാണ് പുണ്യം. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതാണ് പുണ്യം. അഥവാ വേദഗ്രന്ഥങ്ങളൊക്കെയും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, യഥാർത്ഥമായ ദൈവത്തിന്റെ ഏത്ത എന്ന് പറയുമ്പോൾ ദൈവം രണ്ട് വിധത്തില്, മനുഷ്യന് ദൈവം രണ്ട് വിധത്തില് അവനുമായുള്ള ബന്ധങ്ങളെ പൂർത്തീകരിക്കുവാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ ബന്ധം നാം നമസ്കാരത്തിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധം, പടച്ചവനും നമ്മളും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധത്തിലൂടെ അല്ലാഹുവിനോടുള്ള കടമയും കടപ്പാടും പൂർത്തീകരിക്കുക. രണ്ടാമതായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലും നിങ്ങളിലൂടെ അവകാശങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്ന ധാരാളം മനുഷ്യന്മാരുണ്ട്, ധാരാളം ഏജന്റുക്കളുണ്ട്, ധാരാളം നാൽക്കാലികളുണ്ട്, ധാരാളം ജീവനില്ലാത്ത വസ്തുക്കളുണ്ട്. ആ ജീവനില്ലാത്ത വസ്തുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളോടും നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട്, കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. ആ കടമകൾ നിർവഹിക്കുന്നതിലൂടെ ദൈവത്തിന്റെ പടച്ചവന്റെ സ്നേഹം നേടിയെടുക്കുവാൻ നിങ്ങൾ തയ്യാറാവുക. ഞാൻ സൂചിപ്പിച്ചു വരുന്ന കാര്യം, പ്രിയമുള്ളവരെ, സോളിഡാരിറ്റിയുടെ സേവനമാകുമ്പോഴും സോളിഡാരിറ്റിയുടെ സമരമാകുമ്പോഴും ഈ അർത്ഥത്തിൽ വേദഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയ സേവനവും സമരവുമാണെന്ന് വായിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളില്, ഗുണങ്ങളില് ഏറ്റവും വലിയ മൂല്യവും ഏറ്റവും വലിയ ഗുണവും എന്താണെന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ കരുതണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിക്കടിയായി എടുത്തു പറയുന്ന കാര്യം, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമിന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. അല്ലയോ വിശ്വാസികളെ, അല്ലയോ ജനങ്ങളെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ മാർഗത്തിന്, നീതിയുടെ വഴിയില് സാക്ഷികളായി മാറിക്കൊണ്ടിരിക്കണം. നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ഒരു സമൂഹത്തിന് നീതി വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടിയുള്ള സമരമാണ് സോളിഡാരിറ്റിയുടെ എല്ലാ സമരങ്ങളും എന്ന് കാണുവാൻ വേണ്ടി കഴിയും. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, വേദഗ്രന്ഥങ്ങൾ മുന്നോട്ട് വെക്കുന്ന മതം ഈ അർത്ഥത്തില് സമരത്തെയും സേവനത്തെയും സമഞ്ജസമായി സമ്മേളിപ്പിക്കുന്ന ഒരു മതകാഴ്ചപ്പാടാണെന്ന് കാണുവാൻ പ്രയാസമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ പറയുമ്പോഴും നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. പ്രവാചകൻ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി, നാളെ പരലോകത്ത്